അടിപൊളി ടേസ്റ്റുള്ള കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പി പറയാൻ പോവാണേ. കുരുമുളകും മല്ലിയും കുഞ്ഞുജീരകവും കാശ്മീരി മുളക് പൊടിയും വെളുത്തുള്ളി ഉപ്പും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് യെല്ലോ ഫുഡ് കളറും ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. സ്കിന്നുള്ള ചിക്കൻ വേർട്ടിക്കലി കട്ട് ചെയ്ത് അതിൽ കത്തി വെച്ചൊന്ന് കുത്തി കൊടുക്കണം. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തലേദിവസം ഉപ്പും നാരങ്ങനീരുമുള്ള വെള്ളത്തിൽ എടുത്തു വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 45 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യണം. അടി കട്ടിയുള്ള സൈഡിൽ ഇതുപോലെ വരമ്പുള്ള പാത്രത്തിൽ വെജിറ്റബിൾ ഒഴിച്ചിട്ട് സവാള ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് ക്യാപ്സിക്കം താഴെ കൊടുത്തിരിക്കുന്ന ചേരുവകളും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അരി ഇടാം. അരി വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ സെല്ല ബസ്മതി റൈസ് തന്നെ യൂസ് ചെയ്യണതിന് വേണ്ടി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് 3 ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് നിറച്ച് ഓട്ടകൾ ഉണ്ടാക്കണം. ഇതിൻ്റെ മേളിൽ ചിക്കൻ വെച്ച് വീണ്ടും 3 ഫോയിൽ വെച്ച് എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കണം. ഇനി ചിക്കന് റൈസിൻ്റെ കൂടെ വെച്ച് ഇതുപോലെ 5 മിനിറ്റ് സ്മോക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് വേണേ സ്മോക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ കാണിച്ചേക്കുന്ന പോലെ കുറച്ച് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ പരിപാടി. അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.